നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പിണറായി വിജയൻ്റെ വീടുകളിൽ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിരന്തരം ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിശകലനങ്ങളും എല്ലാം നിറഞ്ഞു നിന്നതുകൊണ്ട് ശ്രദ്ധിക്കാതെ പോയ ചില വാർത്തകളുണ്ട്. അതിലൊന്നാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് പ്രഖ്യാപിച്ച ജനസംഖ്യാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടൊരു പഠന സമിതിയെ കേന്ദ്ര സർക്കാർ നിയമിച്ച വാർത്ത. ഈ സംഖ്യാ വ്യതിയാനം എന്ന് പറയുന്നത് ഈ ഡെമോഗ്രാഫിക് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പല ചർച്ചകളിലും വിശകലനങ്ങളിലും ഒന്ന് കേട്ട് മറന്നു പോകുന്നൊരു വാക്കാണ്. പക്ഷേ രാജ്യത്ത് വളരെ ഗുരുതരമായ രീതിയിൽ ഈ ജനസംഖ്യാ വ്യതിയാനം പല മേഖലകളെയും ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെ പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ആസൂത്രിതമായ ജനസംഖ്യാ വ്യതിയാനം പല മേഖലകളിലും നടപ്പാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയ്ക്ക് പ്രാധാന്യമേറുന്നത്. എന്നാൽ അർഹിക്കുന്ന പ്രാധാന്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മറ്റ് വാർത്തകളുടെ മുകളിലേക്കുള്ള വരവ് കാരണം നൽകപ്പെട്ടിട്ടില്ല. എന്നാലും പ്രേക്ഷകരുമായി അതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ജനസംഖ്യാ വ്യതിയാനത്തെ സംബന്ധിച്ചുള്ള പഠനത്തിന് 5 അംഗ സമിതിയാണ് കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുന്നത്. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കറാണ് ഈ 5 അംഗ സമിതിയുടെ അധ്യക്ഷൻ. ഒരു വർഷത്തിനുള്ളിൽ ഈ ജനസംഖ്യാ വ്യതിയാനത്തെ സംബന്ധിച്ച് രാജ്യമാകമാനമുള്ള വിശദമായ പഠനങ്ങൾ നടത്തി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം. പക്ഷേ ഈ ജനസംഖ്യാ വ്യതിയാനത്തെ സംബന്ധിച്ച് അതിലിപ്പോൾ അസ്വാഭാവികമായ മരണങ്ങൾ, ഇപ്പോൾ ശരിക്കുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയത്, അവയെല്ലാമായിരിക്കും പരിശോധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ആക്ഷൻ പ്ലാൻ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അസ്വാഭാവികമായ ജനസംഖ്യാ ഘടനയുടെ വ്യതിയാനം ഏതൊക്കെ മേഖലകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായൊരു പഠനം തന്നെ ഈ സമിതി നടത്തും എന്നാണ് അവർ ഇപ്പോൾ നമ്മളോട് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഘടകം ആ ജനസംഖ്യാ വ്യതിയാന പഠന സമിതിയുടെ കാര്യത്തിൽ. ഒരു ഉദാഹരണം ഞാൻ പറയാം. പലപ്പോഴായിട്ട് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് വളരെ അസ്വാഭാവികമായ രീതിയിൽ ജനസംഖ്യാഘടനയ്ക്കൊരു വ്യതിയാനം വന്നിട്ടുണ്ട്. അസ്വാഭാവികമായ രീതിയുടെ തുടക്കം സ്വാഭാവികമായൊരു പ്രക്രിയയിലൂടെയാണ് കുടിയേറ്റം. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട യുവാക്കളും യുവതികളും ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരെ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം. കാരണം അവിടെ ചെന്ന് പൗരത്വം ലഭിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്തതിനാൽ അവർക്ക് ഭാരതത്തിലേക്ക് തിരികെ വന്നേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് തിരികെ വന്നേ നിവൃത്തിയുള്ളൂ. അവിടെ നിന്ന് തന്നെ അവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ കുടിയേറുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും പലരും അതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുടിയേറുന്നവർ അതിലൊരു 99%, ഒരുപക്ഷെ 100% തന്നെ ആ ചെന്നെത്തുന്ന രാജ്യങ്ങളിൽ പൗരത്വം നേടി അവിടെ തന്നെ സ്ഥിരതാമസമാക്കി വല്ലപ്പോഴും സന്ദർശിക്കുന്ന ഒരു പഴയ ഓർമ്മകളുള്ള, സുഖമുള്ള ഓർമ്മകളുള്ള, നൊസ്റ്റാൾജിയുള്ള സ്ഥലമായി കേരളത്തെ ഒതുക്കുന്നു. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നൊരു സ്വാഭാവിക പരിണാമം അതുവരുടെ പ്രായമുള്ള മാതാപിതാക്കളോ മുത്തശ്ശനും മുത്തശ്ശിയുമോ മാത്രം മധ്യ തിരുവിതാംകൂറിലുള്ള അവരുടെ വീടുകളിലോ അതുമായി ബന്ധപ്പെട്ട സ്വത്തുവകകളുടെ അവകാശികളായോ അല്ലെങ്കിൽ സംരക്ഷകരായോ കേരളത്തിൽ കഴിയുന്നു. അവരുടെ കാലശേഷം എന്താണ് സംഭവിക്കുന്നത്? എന്തായാലും ഈ പുറത്തുപോയി താമസിക്കുന്നവർ, അവിടുത്തെ പൗരത്വം കരസ്ഥമാക്കിയവർ തിരികെ വന്ന് ഈ സ്വത്തുവകകളൊന്നും നോക്കി നടത്തുവാൻ പോകുന്നില്ല. സ്വത്തുവകകൾ അത് ഇപ്പോൾ 1 സെൻറ്റാണെങ്കിലും 500 ഏക്കറാണെങ്കിലും അവയൊന്നും നോക്കി നടത്തുവാൻ പോകുന്നില്ല. അവർ സ്വാഭാവികമായി ചെയ്യുന്നത് ഈ സ്വത്തുവകകൾ വിറ്റഴിച്ച് അതിൻ്റെ പണവുമായി വിദേശത്തേക്ക് തന്നെ പോയി സ്ഥിരതാമസം അവിടെയാക്കും. ഈ വിറ്റഴിക്കുന്ന ഇടങ്ങളിൽ മുതലാണ് വിറ്റഴിക്കുന്ന പ്രക്രിയ തുടങ്ങുമല്ലോ, അവിടെ മുതലാണ് ഈ അസ്വാഭാവികമായ ജനസംഖ്യാഘടനയിലെ വ്യതിയാനം സംഭവിച്ചു തുടങ്ങുന്നത്. കാരണം ഈ വസ്തുവകകളെല്ലാം പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആസൂത്രിതമായി സ്വന്തമാക്കിയും നിയമപരമായി തന്നെയാണ് കേട്ടോ. കാരണം അവർ ചോദിക്കുന്ന പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തി ധനവ്യവഹാരം നടത്തി തന്നെയാണ് അവർ ഈ വസ്തുവകകൾ സ്വന്തമാക്കുന്നത്. പക്ഷേ കൃത്യമായി ഓരോ പ്രദേശങ്ങളിലും ഒരു വിഭാഗത്തിൻ്റെ ആധിപത്യം വർദ്ധിപ്പിച്ചു വരും, ആസൂത്രിതമായി തന്നെ. പക്ഷേ അവിടെയാണ് ഈ അസ്വാഭാവിക പ്രക്രിയ തുടങ്ങുന്നത്. ഇവിടെ വരുന്ന ആളുകൾ സ്ഥിരമായി ഇവിടെ താമസിക്കുമോ? ഇല്ല. അവർ അവരുടെ ഏതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിലോ വ്യവസായ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന
ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് അവരുടെ സ്ഥിരം മേൽവിലാസം ഇതാക്കി വോട്ടവകാശം അവിടെ നൽകപ്പെട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട വ്യവസായിക്ക് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടെന്ന് കരുതുക. ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ജോലി ചെയ്യുന്ന 90% പേരും അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് നിന്നുള്ളവരാണെന്നും കരുതുക. അദ്ദേഹത്തിൻ്റെ പ്രദേശം കണ്ണൂരോ മലപ്പുറവുമായിരിക്കാം. അദ്ദേഹം ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയിരിക്കുന്നത് മധ്യ തിരുവിതാംകൂറിലെ ഏതെങ്കിലും ഒരു ജില്ലയിലായിരിക്കാം. അവിടെ ഈ ഇത്തരത്തിലുള്ള സ്വാഭാവിക പ്രക്രിയ തുടങ്ങി അസ്വാഭാവികതയിലേക്ക് മാറുന്ന വസ്തുവകകളുടെ കൈമാറ്റം നടക്കുമ്പോൾ അദ്ദേഹം ആ വസ്തുവകകളിൽ ചിലത് സ്വന്തമാക്കുകയും ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ജോലി ചെയ്യുവാനായി കണ്ണൂരിൽ നിന്നോ മലപ്പുറത്തു നിന്നോ കൊണ്ടുവന്ന ആളുകളെ ഈ വസ്തുവകകളിലോ വീടുകളിലോ എല്ലാം താമസിപ്പിച്ച് അവരുടെ ഒരു ലേബർ ക്വാർട്ടേഴ്സ് പോലെ ആക്കി മാറ്റി കുറച്ച് കഴിയുമ്പോൾ അത് അവരുടെ ഒരു സ്ഥിരമേൽവിലാസമാക്കി മാറ്റി അവരുടെ വോട്ട് ആ പ്രദേശത്തേക്ക് ആക്കി മാറ്റുന്നു. ഇതിനെ ഞാൻ അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനമെന്ന് പറയുന്നത് തത്വത്തിൽ ശരിയല്ല എന്ന് വാദിക്കുവാനുള്ള എല്ലാ പഴുതുകളും ഇവിടെയുണ്ട്. കാരണം ഇതിൽ ഒന്നുപോലും ഈ പ്രക്രിയ പൂർണ്ണമാകുന്നത് വരെയുള്ള ഒരു ഘട്ടത്തിൽ പോലും നിയമവിരുദ്ധമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പക്ഷേ അസ്വാഭാവികമായിട്ടുള്ളൊരു ജനസംഖ്യാ വ്യതിയാനം തന്നെയാണിത്. കാരണം വളരെ ആസൂത്രിതമായി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ഈ കമ്മിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുന്ന 5 അംഗ കമ്മീഷൻ എന്തായാലും ഈ അസ്വാഭാവികതയെക്കുറിച്ച് പഠനം നടത്തും. പക്ഷേ ഔദ്യോഗികമായ ഇത്തരത്തിലുള്ള പ്രക്രിയകളായിരിക്കും ഞങ്ങൾ പഠിക്കുവാൻ പോകുന്നത്, ഈരാട്ടുപേട്ടയായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇന്ന പ്രദേശമായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം എന്നൊന്നും അവർ പറയുവാൻ പോകുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ കൃത്യമായി തന്നെ നടക്കും. കേരളത്തെ ഒരു ഉദാഹരണമായി ഞാൻ എടുത്തത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന പല ഒരു സംഭവങ്ങളും നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ ഭയാനകമായ അവസ്ഥയിൽ ഈ ജനസംഖ്യാ വ്യതിയാനം നടന്നിട്ടുണ്ട്. അതിൻ്റെ പരിഹാരങ്ങൾ മറ്റൊരു മാർഗത്തിലൂടെ സുവേന്ദു അധികാരിയുടെ സർക്കാരും ആസാമിലാണെങ്കിൽ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ സർക്കാരും ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഈ ജനസംഖ്യാ വ്യതിയാനം അവിടങ്ങളിലും പഠനവിധേയമാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അടിസ്ഥാനപരമായിട്ട് ഭാരതത്തിൻ്റെ ജനസംഖ്യ എന്നുള്ളത് ഭാരത പൗരന്മാരെ ഉൾക്കൊള്ളുന്ന ജനസംഖ്യ മാത്രമായിരിക്കണം എന്നുള്ളൊരു ആത്യന്തിക ലക്ഷ്യമാണ് ഈ ഒരു പ്രക്രിയയ്ക്കുള്ളത്. അതിൻ്റെ ഒരു ഗുണഭോക്താക്കൾ ഭാരതത്തിലെ പൗരന്മാർ തന്നെയായിരിക്കും. കാരണം ഭാരതത്തിലെ വിഭവശേഷി എന്ന് പറയുന്നത് അത് ഭാരതീയ പൗരന്മാർക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ്. അല്ലാതെ വലിഞ്ഞു കയറി വന്ന ഏതെങ്കിലും അഭയാർത്ഥിക്കോ റോഹിംഗ്യക്കാർക്കോ ബംഗ്ലാദേശികൾക്കോ അനുഭവിക്കുവാനുള്ളതല്ല. പലപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, വീണ്ടും പറയുന്നു, 140 കോടി ഭാരതീയ പൗരന്മാർ അതിനു മേലെ ഒരുപക്ഷെ ഉണ്ടെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട വിഭവങ്ങൾ അവർക്ക് തന്നെ ലഭിക്കണം. അതിനപ്പുറത്തേക്ക് മതി, അതിനുശേഷം മതി മാനവീയതയും അതിരുകളില്ലാത്ത ലോകവും ഇത്തരത്തിലുള്ള ഉഡായിപ്പുകളെല്ലാം. എന്തായാലും ഈ ജനസംഖ്യാ വ്യതിയാനത്തെ സംബന്ധിച്ചുള്ള പഠനം അതിനുവേണ്ടി നിയമിച്ചിരിക്കുന്ന 5 അംഗ കമ്മിറ്റി വളരെ സക്രിയമായിട്ടുള്ളൊരു നടപടി തന്നെയാണ്, നല്ലൊരു ചുവടുവെപ്പ് തന്നെയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, കാരണം നിങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം നടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കാര്യം ഒരു ഉദാഹരണം മാത്രമാണ്. അത്തരത്തിലുള്ള പല പ്രക്രിയകൾ, ചെറിയൊരു കട തുടങ്ങിയാൽ പോലും അത്തരത്തിലുള്ളൊരു സംഭവം നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടേക്കാം. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പരിചയമില്ലാത്ത ആളുകൾ ആ നാട് മുഴുവൻ നടമാടുന്നു, അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. സ്വാഭാവികമായി തന്നെ അവർ അക്രമം അഴിച്ചുവിട്ട് നടമാടുന്നു എന്നുള്ളതല്ല, പുതിയ ആളുകൾ നമ്മുടെ താമസ പ്രദേശത്തിൽ എത്തുന്നു, ഒരു പരിധിക്ക് മേൽ ഒരു എണ്ണത്തിൽ കൂടുതലായി എത്തുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അത് നിങ്ങളുടെ പ്രദേശത്തെ ജനസംഖ്യാഘടനയിലെ അസ്വാഭാവികമായ വ്യതിയാനമായിരിക്കാം. അത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അത് സംബന്ധിച്ചുള്ള സംവാദങ്ങൾ നമുക്ക് തുടരാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.